നമസ്തേ, എല്ലാവർക്കും രാമായണ കഥകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടത് ബാലിയുടെയും സുഗ്രീവന്റെയും രസകരമായ ഒരു ഭാഗമാണ് ടീച്ചറമ്മ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തന്ന് നമ്മൾ നിർത്തിയത്. ഇന്നെന്താണ്? ഇന്ന് ശ്രീരാമനും സുഗ്രീവനും തമ്മിലുള്ള സഖ്യം. ആ സഖ്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു തുടങ്ങിയില്ല. അപ്പൊ അതിനിടയ്ക്ക് ബാലിയും സുഗ്രീവനും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയും ബാലിയുടെ അപാരമായ കഴിവുകളെ പറ്റിയുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇനി അടുത്ത് പറയാൻ പോകുന്നത് ശ്രീരാമനും സുഗ്രീവനുമായിട്ടുള്ള സഖ്യം. ആ സഖ്യത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലെ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പൊ സുഗ്രീവന് വേണ്ടിയിട്ട് ബാലിയെ വധിച്ച് കിഷ്കിന്ധ രാജ്യം കൊടുക്കാമെന്നും സീതയെ ശ്രീരാമന് തിരിച്ച് കണ്ടുപിടിച്ച് കൊടുക്കാമെന്ന് സുഗ്രീവനും, അതാണ് അവർ തമ്മിലുള്ള സഖ്യം. അപ്പം അതിൽ ആ സഖ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സുഗ്രീവന്റെ ജ്യേഷ്ഠനായ ബാലിയെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അപ്പോ ഇപ്പൊ പറയാൻ പോകുന്നത് സുഗ്രീവന് ശ്രീരാമന്റെ ശക്തിയിൽ അത്ര വലിയ വിശ്വാസം വന്നില്ല. അപ്പൊ ആ വിശ്വാസക്കുറവൊന്ന് മാറ്റിയെടുക്കണമെന്ന് വിചാരിച്ചു ശ്രീരാമൻ എന്ത് ചെയ്തു? ഋഷിമുഖ ജലത്തില് മുമ്പ് ബാലി കൊന്ന ഒരു വലിയ രാക്ഷസ വീരനുണ്ടായിരുന്നു. ദുന്ദുബി എന്നാണ് പേര്. ദുന്ദുബി. ആ ദുന്ദുബിയുടെ മൃതശരീരം കിടന്നത് ഭയങ്കര ഒരു അസ്ഥി കൂനയാണ് കിടന്നത്. ധാരാളം അസ്ഥികൾ അടങ്ങിയ ഏകദേശം ഒരു പർവ്വതം പോലെ തന്നെ, ചെറിയ ഒരു കുന്നുപോലെ, അത്ര വലിയ രാക്ഷസനായിരുന്നു. അയാളുടെ എല്ല് അങ്ങനെ കൂടിക്കിടന്നു. അപ്പൊ ശ്രീരാമൻ എന്ത് ചെയ്തു? തന്റെ ഇടത്തെ കാൽവിരൽ, തള്ളവിരൽ കൊണ്ട് ഒരു ശക്തിയായിട്ട് അതൊന്ന് തട്ടിയതും ആ കുന്നുപോലെ കിടന്ന ആ എല്ലിൻ കൂമ്പാരം നേരെ വടക്കേ ദിക്കിലെ സമുദ്രത്തിൽ ചെന്നു വീണു. അത് കണ്ട് അത്ഭുത പരതന്ത്രനായി സുഗ്രീവൻ എന്നിട്ട് ശ്രീരാമനെ ഒരുപാട് പ്രശംസിച്ചു. എങ്കിലും എന്തോ ഒരു ചെറിയ സംശയം. അപ്പൊ ശ്രീരാമൻ അത് മനസ്സിലാക്കി. അടുത്തതായിട്ട് ശ്രീരാമൻ ചെയ്തത് ഋഷിമുഖാചലത്തിന്റെ താഴെ സപ്തസാലങ്ങൾ എന്ന് പറഞ്ഞ വലിയ വൃക്ഷങ്ങൾ, 7 വൃക്ഷം. സപ്തം എന്ന് പറഞ്ഞാൽ 7 എന്നാണ് അർത്ഥം. ആ 7 വൃക്ഷങ്ങൾ ഇങ്ങനെ ക്രമമായിട്ട് നിൽക്കുന്നു. അപ്പോ ശ്രീരാമൻ തന്റെ വില്ലെടുത്തിട്ട് വലത്തെ കാലിന്റെ തള്ളവിരൽ ഒരു പാറക്കഷണത്തിൽ അമർത്തി പിടിച്ചിട്ട് ഞാൻ കെട്ടി ഒരു അമ്പെയ്തു. ഈ അമ്പെയ്ത ഉടനെ തന്നെ തൽക്ഷണം ഈ 7 വൃക്ഷങ്ങളും ഒരുപോലെ വട്ടത്തിൽ മുറിഞ്ഞ് ഒരുപോലെ ശക്തിയോടുകൂടി നിലം പതിച്ചു. 7 വൃക്ഷങ്ങൾ ഒരുമിച്ച് ഈ ഒരൊറ്റ ബാണം കൊണ്ട്. എന്നിട്ട് ആ അമ്പ് തിരിച്ച് അദ്ദേഹത്തിന്റെ ആവനാഴിയിൽ വന്ന് വീഴുകയും ചെയ്തു. ഇതുകൂടി കണ്ടപ്പോ സുഗ്രീവൻ അമ്പരന്നു പോയി. ശ്രീരാമന്റെ ശക്തിയിൽ വിശ്വാസമായി. അങ്ങനെ പിറ്റേ ദിവസം ശ്രീരാമനോട് കൂടി സുഗ്രീവൻ കിഷ്കിന്ധയിൽ ചെന്ന് ബാലിയുടെ ഗുഹാമുഖത്ത് ചെന്ന് നിന്ന് ബാലിയെ പോരിന് വിളിച്ചു. ഇപ്പോഴാണ് ധൈര്യം വന്നത്. പോരിന് വിളിച്ച ഉടനെ ബാലി ഒന്നാമതേ സുഗ്രീവനോട് വലിയ വൈരാഗ്യത്തിലിരിക്കുകയാണ്. അങ്ങനെയുള്ള ബാലി ഇറങ്ങി വന്നു. 2 പേരും തമ്മിൽ ദ്വന്ദ്വയുദ്ധം തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു, പിടിച്ചു, മാന്തി, കടിച്ചു, കീറി. വാനരന്മാരല്ലേ. അപ്പോ 2 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇതിലെല്ലാം പരാജയം വന്നത് സുഗ്രീവനാണ്. പക്ഷേ ശ്രീരാമൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 2 പേരെയും കണ്ട ഒരുപോലെ തന്നെ, മുഖസാദൃശ്യം എല്ലാം ഒരുപോലെ. അപ്പൊ അങ്ങനെ ഒരുപോലെ ഇരിക്കുന്ന 2 പേരിൽ അമ്പെയ്ത ആർക്ക് കൊള്ളുമെന്ന് അദ്ദേഹത്തിന് സംശയമായി. നേരെ നിന്ന് അദ്ദേഹത്തിന് അമ്പെയ്യാൻ പറ്റില്ല. അദ്ദേഹം മറഞ്ഞാണ് നിന്നത്. അന്ന് വൈകുന്നേരം തിരിച്ചു വന്നപ്പോഴത്തേക്ക് സുഗ്രീവന് നിരാശയായി, ശ്രീരാമനോട് കോപവുമായി.
എന്താണ് ഇന്ന് അങ്ങ് ഇത് ചെയ്തില്ലല്ലോ, ഞാൻ അവന്റെ ഇടിയും ചവിട്ടും തൊഴിയും മാന്തിപ്പറച്ചിലും എല്ലാം കൊണ്ട് ആകെ അവശനായി എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീരാമൻ പറഞ്ഞു, നിങ്ങളെ രണ്ടുപേരെയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയായിപ്പോയി. അങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എനിക്ക് അമ്പെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പിറ്റേ ദിവസം എന്ത് ചെയ്തു, സുഗ്രീവന് ഒരു ഹാരം, പൂമാല ഇട്ട് കൊടുത്തു കഴുത്തില്, തിരിച്ചറിയാൻ വേണ്ടി. അപ്പോ വീണ്ടും പോയി ബാലിയെ പോരിന് വിളിച്ചു പിറ്റേ ദിവസം. അന്നേരം ബാലിയുടെ ഭാര്യയായ താര ബാലിയെ തടഞ്ഞു. കാരണം ഇന്നലെ പോര് നടത്തി പരാജയപ്പെട്ട ഒരാൾ വീണ്ടും ഇന്ന് വന്ന് വിളിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നിൽ ഏതെങ്കിലും ഒരു ശക്തി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അങ്ങ് പോകണ്ട എന്ന് പറഞ്ഞെങ്കിലും ബാലി സമ്മതിച്ചില്ല. ബാലി വന്നു രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടന്നു. ആ സമയത്ത് വൃക്ഷത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ശ്രീരാമൻ ബാലിയുടെ മാറിലേക്ക് അമ്പെയ്തു. അമ്പുകൊണ്ട് ബാലി നിലം പതിച്ചു കഴിഞ്ഞപ്പോ ശ്രീരാമനും ലക്ഷ്മണനും അവിടേക്ക് ചെന്നപ്പോ ബാലി ശ്രീരാമനോട് ഒളിയമ്പ് ചെയ്യുന്നതിനെ പറ്റി അധിക്ഷേപിച്ച് സംസാരിച്ചു. ഒരിക്കലും ഒളിഞ്ഞു നിന്ന് യുദ്ധം ചെയ്യാൻ പാടില്ല, അല്ലെ ഒളിഞ്ഞു നിന്ന് ഒരാളിനെ വധിക്കാൻ പാടില്ല. പക്ഷേ ശ്രീരാമൻ അതിന് മറുപടി ബാലിയോട് പറഞ്ഞത്, എന്നെ നേരിൽ കണ്ടു കഴിഞ്ഞാൽ നീ ശ്രീരാമ ഭക്തനായി തീരും. ഭക്തനെ ഒരിക്കലും വധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ മറഞ്ഞു നിന്ന് അമ്പെയ്തത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ബാലി തന്റെ ഭാര്യയായ താരയെയും മകനായ അങ്കദനെയും സുഗ്രീവനെ ഏൽപ്പിച്ചിട്ട് മോക്ഷപ്രാപ്തി നേടുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോ സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവാക്കണ്ടേ, അതിന് ശ്രീരാമൻ ലക്ഷ്മണനെ ചുമതലപ്പെടുത്തി. അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ലക്ഷ്മണനും ഹനുമാനും ജാമ്പവാനും എല്ലാവരും കൂടെ കിഷ്കിന്ധയിലെത്തി. അവിടെ ചെന്ന് രാജ്യാഭിഷേകത്തിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ആയി കഴിഞ്ഞപ്പോ സുഗ്രീവൻ വന്ന് ശ്രീരാമനെ ക്ഷണിച്ചു. അപ്പൊ ശ്രീരാമൻ വാത്സല്യപൂർവ്വം സ്നേഹത്തോടു കൂടി എന്റെ പ്രതിനിധിയായിട്ട് ലക്ഷ്മണൻ വന്നതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് ലക്ഷ്മണനെ പറഞ്ഞു വിട്ടു. അങ്ങനെ ലക്ഷ്മണൻ അവിടെ ചെന്ന് സുഗ്രീവന് രാജ്യാഭിഷേകവും ചെയ്ത് അങ്കദനെ യുവരാജാവാക്കുകയും താരയെ അമ്മറാണിയാക്കിയും രുമയെ രാജകുമാരിയാക്കി അഭിഷേകമൊക്കെ നടത്തിയിട്ട് തിരിച്ച് ലക്ഷ്മണൻ ശ്രീമുഖാചലത്തിൽ ശ്രീരാമന്റെ അടുത്തെത്തി. അങ്ങനെ ഇരിക്കെ മഴക്കാലമായി, വർഷകാലം ഒരു 3-4 മാസം കഴിഞ്ഞു, ശരത്കാലമായി. എന്നിട്ടും സുഗ്രീവന്റെ ഭാഗത്തു നിന്ന് സീതയെ കണ്ടുപിടിക്കാനുള്ള യാതൊരു തയ്യാറെടുപ്പും കണ്ടില്ല. അപ്പൊ അങ്ങനെ തയ്യാറെടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ലക്ഷ്മണന് പെട്ടെന്ന് കോപം വരുന്ന സ്വഭാവമാണ്. ലക്ഷ്മണന് കോപമായി. ആ ലക്ഷ്മണൻ കോപാകുലനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ രാജ്യാവകാശം കിട്ടി, താര, രുമ, മകൻ എല്ലാരുമായിട്ട് വളരെ ലൗകിക സുഖങ്ങളും സുഖഭോഗങ്ങളും ഒക്കെ അനുഭവിച്ച് അദ്ദേഹം മതിമറന്ന് അങ്ങനെ കഴിയുകയാണ്. അപ്പൊ ആ സമയത്താണ് ലക്ഷ്മണന് കോപം വന്നത്. ഈ ലക്ഷ്മണന് ഇതിനു മുമ്പും കോപം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല സന്ദർഭമുണ്ട്. അത് 8-ലോ 9-ലോ ഒക്കെ പഠിക്കാനും ഉണ്ട്. അതായത് ലക്ഷ്മണന് കോപം വന്ന അതിനു മുമ്പുള്ള ഒരു അവസരം എന്ന് പറയുന്നത്, ശ്രീരാമനെ 14 വർഷം വനത്തിലയക്കണം, ഭരതനെ രാജാവാക്കണം എന്നുള്ള കൈകേയിയുടെ വരം, ആ വരം അറിഞ്ഞ് ശ്രീരാമൻ വനത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ലക്ഷ്മണന് അതിയായ കോപം വന്നത്. മാതൃഹത്യ വലിയ അപരാധമാണെങ്കിൽ പോലും അത് ചെയ്തിട്ടെങ്കിലും ശ്രീരാമനെ രാജാവാക്കി വാഴിക്കും എന്ന് കോപാകുലനാകുന്ന ലക്ഷ്മണൻ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ ലക്ഷ്മണനെ സമാധാനപ്പെടുത്തിയത് ശ്രീരാമൻ കുറച്ച് പൊതു തത്വങ്ങൾ പറഞ്ഞാണ്. അത് എഴുത്തച്ഛന്റെ രാമായണത്തിൽ ലക്ഷ്മണോപദേശം എന്ന് പറഞ്ഞ് തന്നെ ഒരു ഭാഗം ഉണ്ട്. അതായത് വത്സ സൗമിത്രേ ലക്ഷ്മണ
കുമാര നീ കേൾക്കണം, മാത്സര്യ ബുദ്ധിയാദികൾ വെടിഞ്ഞ്, അതായത് കോപം, അസൂയ, അങ്ങനെ ഒരു നമ്മുടെ ലൗകികമായിട്ടുള്ള കുറച്ച് വികാരങ്ങൾ, അതിനെയെല്ലാം വെടിഞ്ഞ് നീ ഞാൻ ഈ പറയുന്നത് കേൾക്കണം. ഈ സുഖഭോഗങ്ങളെല്ലാം വെറും നശ്വരമാണ്. ഇതൊന്നും ഉള്ള കാലം നിൽക്കുന്നതല്ല. മനുഷ്യജന്മം തന്നെ ക്ഷണഭങ്കുരമാണ്. അതിനൊരു 3-4 വരികൾ അദ്ദേഹം പറയുന്നുണ്ട്. ആ വരികൾ, എഴുത്തച്ഛന്റെ വരികളൊന്ന് വായിക്കൂ. ഞാൻ വായിക്കണം. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം. അല്ലയോ വത്സ, സൗമിത്ര എന്ന് പറഞ്ഞാൽ സുമിത്രയുടെ മകനെ, ലക്ഷ്മണൻ. കുമാര, സൗമിത്ര എന്ന് പറഞ്ഞാൽ ലക്ഷ്മണൻ, സുമിത്രയുടെ മകനായ ലക്ഷ്മണ, കുമാര നീ കേൾക്കണം. മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ, നീ ഈ കോപമെല്ലാം ഒന്ന് സമാധാനപ്പെട്ട് എന്റെ വാക്കുകൾ കേൾക്കണം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീ. അതായത് ഈ സുഖഭോഗങ്ങളെല്ലാം വളരെ നശ്വരമായിട്ടുള്ളതാണ്. ഒരിക്കലും അതിങ്ങനെ ഉള്ള കാലം നിലനിൽക്കുന്നതൊന്നുമല്ല. അപ്പോ അങ്ങനെയുള്ള ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, മാറി മറിഞ്ഞു വരാം. പണ്ട് പൂന്താനം പറയുന്ന പോലെ 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും ഭവാൻ, മാളികാമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ സുഖഭോഗങ്ങളെല്ലാം ക്ഷണത്തിൽ മാറ്റം വരുന്നവയാണ്, എന്നുവെച്ചാൽ നശിച്ചു പോകുന്നവയാണ്. മനുഷ്യന്റെ ആയുസ് പോലും പെട്ടെന്ന് നഷ്ടപ്പെടുന്നതാണ്. വന്യസന്തപ്ത ലോകസ്ഥാംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം. അതായത് ഈ തിളച്ച അഗ്നിക്കകത്ത് കിടക്കുന്ന, അതായത് തീക്കകത്ത് കിടക്കുന്ന ഒരു ലോഹ കഷ്ണം, അത് ചുവന്ന് അങ്ങനെ ചൂടായിട്ട് കിടക്കും അല്ലേ? അതിൽ ഒരു തുള്ളി വെള്ളം വീണാൽ, ജലം വീണാൽ പെട്ടെന്ന് എങ്ങനെ അപ്രത്യക്ഷമാകുമോ അതുപോലെയാണ് മനുഷ്യന്റെ ജന്മവും. നമുക്കറിയാം, മഴ പെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ, മനുഷ്യജന്മം വെറും കുമിളകൾ പോലെയാണ്. മഴ പെയ്യുന്ന വെള്ളത്തിൽ ഉണ്ടാകുന്ന കുമിളകൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. അതുപോലെയാണ് മനുഷ്യന്റെ ജീവിതവും. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ. ചക്ഷുശ്രവണൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ കാതായിട്ടുള്ളവൻ. ആരാണ്? പാമ്പുകളാണ്. അങ്ങനെയുള്ള പാമ്പിന്റെ വായ്ക്കകത്ത് അകപ്പെട്ടു പോയ ദർദുരം, തവള. അത് പാമ്പിന്റെ വായിലാണെങ്കിൽ അത് കരയുന്നത് ഭക്ഷണത്തിന് വേണ്ടിയാണ്. മനസ്സിലായില്ലേ? പാമ്പിന്റെ കഴുത്തിൽ, ഗളം കഴുത്താണ്, കഴുത്തിൽ അകപ്പെട്ട തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലമാകുന്ന പാമ്പിന്റെ വായിൽ അകപ്പെട്ട നമ്മളും ഭോഗസുഖങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നു, അല്ലെങ്കിൽ ഓടിപ്പായുന്നു. കാലാഹിനാം പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. മനുഷ്യ മനസ്സിന് സുഖഭോഗങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടമാണ്. അപ്പോ ഇതൊക്കെ നശ്വരമാണ്. ഇതിനൊന്ന് ശാശ്വതമായ ഒരു നിലനിൽപ്പില്ല എന്നാണ് ശ്രീരാമൻ പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഭാര്യ, ഭർത്താവ്, മക്കൾ, അച്ഛൻ, അമ്മ, ഇവരെല്ലാവരെയും നമ്മള് പിരിയേണ്ടി വരും. ഇപ്പൊ ഒരു നദിയിലൂടെ ഒഴുകുന്ന തടിക്കഷ്ണങ്ങൾ വലിയ മഴയത്ത് ഒരുപാട് കൂട്ടത്തോട് ഒഴുകി വരും. ഒഴുകി വന്നിട്ട് എന്താ ചെയ്യുന്നത്? പല വഴിക്ക് അതങ്ങ് പിരിഞ്ഞു പോകും, ഇല്ലേ? അതുപോലെ നമ്മളും പല വഴിക്ക് പിരിഞ്ഞു പോകാം. അതുകൊണ്ട് മത്സരാദ്യങ്ങൾ, അതായത് ഈ കോപം തുടങ്ങിയ വികാരങ്ങൾ നീ അടക്കി നീ സമാധാനമായിട്ട് ചിന്തിക്ക എന്ന് ആ അവസരത്തിൽ ശ്രീരാമൻ വനവാസത്തിന് പോകാൻ നിൽക്കുന്ന ആ അവസരത്തിൽ ലക്ഷ്മണനെ ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോഴും ലക്ഷ്മണന് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണ് ലക്ഷ്മണന്. എന്തായാലും ഇവിടെ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അദ്ദേഹം നേരെ ഋഷിമുഖാചലത്തിൽ നിന്ന് കിഷ്കിന്ധയിലേക്ക് ചെല്ലുന്നു. കിഷ്കിന്ധയിലൊക്കെ ചെന്ന് ലക്ഷ്മണൻ കോപത്തോടു കൂടി വരുന്നതറിഞ്ഞ് താര ഓടി വന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുക, അദ്ദേഹത്തിനോട് ക്ഷമയാചിക്കുകയും ചെയ്തു. എന്നിട്ട് ക്ഷമയാചിച്ചിട്ട്
അദ്ദേഹത്തോട് പറഞ്ഞു, ഉടൻ തന്നെ നമുക്ക് സീതാന്വേഷണത്തിനായി സൈനികരെയൊക്കെ വിടാം, അവിടുന്ന് ക്ഷമിക്കണം ഇത്രയും കാലതാമസം വന്നതിന് എന്ന് പറഞ്ഞുകൊണ്ട് സുഗ്രീവനും മറ്റുള്ളവരും ഒക്കെ എത്തി. അവര് സീതാന്വേഷണത്തിന് വേണ്ടി പല വഴിക്കായിട്ട് 4 ദിക്കിലേക്കും ആൾക്കാരെ അയക്കുന്നു. സുഗ്രീവൻ തന്റെ വാനര സേനാംഗങ്ങളെ മുഴുവൻ വിളിച്ചിട്ട് 8 ദിക്കിലേക്കും ഒരുപാട് വാനരന്മാരെയും അവരെ മുന്നോട്ട് നയിക്കാനായിട്ടുള്ള വീര സേനാനായകന്മാരായിട്ട് 8 പേരെയും നിയമിച്ച് അവരെ പറഞ്ഞു വിടുന്നു. അതിന് ശേഷമുള്ള കാര്യം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. നിങ്ങളെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നമസ്തേ.